മഞ്ഞ് വീഴുന്ന സൂര്യനസ്തമിക്കാത്ത രാജ്യത്തെ അനേക സർട്ടിഫിക്കറ്റുകളുമായിട്ട് നീ പോകുമെന്ന് 10ാം ക്ലാസ്സിൽ സയൻസ് സബ്ജക്റ്റുകളിൽ 10ൽ താഴെ, അതായത് ഈവൻ നമ്പേഴ്സ് എനിക്ക് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ പ്രൊഫസി ആയിരുന്നു അത്. അന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പഠിക്കാൻ ഒട്ടും ബുദ്ധിയില്ല ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കേൾക്കുന്നൊരു ദൈവം ഉണ്ടെന്നും മറ്റാരേക്കാളും എൻ്റെ ലൈഫിനെ കുറിച്ചൊരു ബെറ്റർ പ്ലാൻ എനിക്ക് നിറച്ചു തരാൻ പറ്റുന്നത് യേശു കർത്താവിനാണെന്ന് മനസ്സിലാക്കിയൊരു സമയമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഭയങ്കര സംഭവമായിരുന്നൊന്നുമല്ല, ഒരൊറ്റ വാക്കിലൂടെ എൻ്റെ ലൈഫ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലോട്ട് മാറിയ പോലെ തോന്നിയിരുന്നു. ഇനി ഈ മഞ്ഞിനെ കുറിച്ച് പറയാം. ഇത് പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, അതിലും ഭംഗിയാണ് അകത്ത് അടച്ച് മുറിക്കകത്തിരുന്ന് കാണുന്നത്. എങ്ങനെയാണെന്നല്ലേ, ഇങ്ങനെ രാത്രി 10 മണിക്ക് പുറത്ത് കനത്ത മഞ്ഞ് പെയ്യുന്ന സമയത്ത് അകത്ത് സോഫയിലിരുന്ന് പുറത്തേക്ക് നോക്കി മഞ്ഞ് പെയ്യുന്ന കാണാൻ, ലൈറ്റൊന്നും ഇടാണ്ട് നല്ല വെട്ടത്തിലിരുന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.